നമ്മൾ അവലോസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനുള്ള ശർക്കര പാവ് കാച്ചിക്കൊണ്ടിരിക്കുക. ഇത് ഒരു നൂൽ പരുവമാണ്. അപ്പോഴാണ് ഇത് റെഡിയാവുന്നത്. മീൻവൈൽ നമുക്ക് അവലോസ് പൊടി റെഡിയായി നോക്കാം. സോ ഗൈസ്, അവലോസ് പൊടി റെഡി ആയിട്ടുണ്ട്. ഇത് രാവിലെ ഉണ്ടാക്കിയ അവലോസ് പൊടിയാണ്. ഇതിലെന്തൊക്കെയാണ് ചേർത്തേക്കുന്നതെന്ന് വെച്ചാൽ തരിയുള്ള അരി, അതായത് പുട്ടുപൊടി പോലത്തെ അത് പിന്നെ തേങ്ങ, പിന്നെ ഉപ്പ്, ജീരകം, എള്ള്, അതെല്ലാം കൂടെ ഈ ഒരു കളറാകുന്നവരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ എടുത്തിരിക്കുന്ന അവലോസ് പൊടിയാണ് ഇത്. ഇത് ഒരു വർഷം വരെ എല്ലാം കേടാവാതിരിക്കും. കാരണം ഇതിനകത്ത് വാട്ടർ കണ്ടൻറ്റ് കുറവാണ്. അത് ഫുള്ള് വറ്റിച്ച് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിരിക്കും. ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതായത് പഴത്തിൻ്റെ കൂടെ കുറച്ച് ശർക്കരയൊക്കെ ഇട്ട് ഇത് യൂസ് ചെയ്യാം. അവലെങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നു അതുപോലെയെല്ലാം നമുക്കിതും യൂസ് ചെയ്യാം. ഇത് ചുമ്മാ നമുക്ക് കഴിക്കുകയും ചെയ്യാം. കുറച്ച് പഞ്ചസാര ഇട്ട് ഇത് ചുമ്മാ കഴിക്കാം. സോ അത് കേടാവാതെ സ്റ്റോർ ചെയ്യുകയും ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റായിട്ട് യൂസ് ചെയ്യാം, സ്നാക്കായിട്ട് യൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഇത് കയ്യിലുണ്ടെങ്കിൽ. അവലോസ് പൊടി ഇവിടെ റെഡിയായി. ഇനി ശർക്കര പാവ് കാച്ചിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതിലേക്ക് നമ്മൾ നാരങ്ങ, ഈ പാവ് കാച്ചുന്നതിലേക്ക് നമ്മൾ നാരങ്ങ പിഴിഞ്ഞൊഴിക്കും. അപ്പോൾ അതിനൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇടുന്നത് പാവായി കഴിയുമ്പോൾ നമ്മളിടുന്നതാണ് ഏലക്കപ്പൊടി. ഏലക്ക പൊടിച്ചിടും. ആയ നോക്ക് ഒരു നൂൽ പരുവം ആയിട്ടില്ല. ഇനിയും കുറച്ചും കൂടി ടൈം എടുക്കും. ഇപ്പോൾ അവലോസ് പൊടിയും അവലോസുണ്ടയൊക്കെ ബേക്കറിയിലും വാങ്ങിക്കാൻ കിട്ടും. പണ്ട് നമ്മൾക്ക് സ്ഥിരം വീടുകളിൽ ഇത് നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വയ്ക്കും. അത് നല്ല സ്നാക്കായിട്ടൊക്കെ യൂസ് ചെയ്യാറുള്ളൂ എപ്പോഴും. പണ്ട് തലേ ദിവസം തന്നെ ശർക്കര പാവ് കാച്ചി അതിനകത്ത് ലെമൺ ജ്യൂസ് അത് ശരി ഗ്രാൻഡ് മദർ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളിപ്പോൾ എല്ലാം ഒരേ സമയം തന്നെ ചെയ്യുക. അന്ന് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കുമായിരുന്നു. ഇന്ന് വളരെ കുറവാണ്. ആയിട്ടില്ല, ഒരു നൂൽപ്പരുവം ആയിട്ടില്ല. ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുകയാണ് ശർക്കര. ചൂടോടുകൂടി തന്നെയാണ് അത് അവലോസ് പൊടി ഇട്ട് ഉണ്ട പിടിക്കേണ്ടത്. അത് തണുത്ത് കഴിഞ്ഞാൽ ഉണ്ടയാവില്ല. സോ ആ ഒരു പാകത്തിന് വേഗം തന്നെ എടുത്ത് ഇറക്കി വേണം ഉണ്ട ഉണ്ടാക്കാൻ. നല്ല ഭംഗിയില്ലേ ശർക്കര ഇറക്കുന്നതാണ്. ആയിക്കൊണ്ടിരിക്കുന്നു ഒരു നൂൽപ്പരുവം. ഇത് ഞങ്ങൾ ചെറിയൊരു ട്വിസ്റ്റ് വരുത്തുകയാണ്. ഇതിനകത്തേക്ക് ശർക്കര പാവിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് നോക്കാൻ പോവുകയാണ്. അത് ടേസ്റ്റ് കൂടുമെന്ന് പറയുന്നത് കേട്ടു. ടേസ്റ്റ് കൂടി സോഫ്റ്റ് ആവും. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഒഴിക്കുക. ഇഷ്ടമായില്ലേ? ശർക്കര ഏകദേശം പാകമായി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവലോസ് പൊടി അതിനകത്തേക്ക് ഇടുക എന്നുള്ളതാണ്. ഏലക്കപ്പൊടിയാണ് അത് അടുത്ത സ്റ്റെപ്പ് ഇടാൻ പോകുന്നത്. വേണ്ട, ഞാൻ ചുക്കിടുന്നില്ല. ഞങ്ങൾ ഏലക്കപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ ഏലക്കപ്പൊടിയുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ ഏലക്ക ഇവിടെ കല്ലിൽ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ആ ഏലക്കപ്പൊടി ഇനി എടുത്ത് ആ ശർക്കര നീരിലേക്ക് ഇടുന്നതായിരിക്കും. ഏലക്കപ്പൊടി ഇട്ട് കഴിഞ്ഞു. ഇനി അവലോസ് പൊടി ഇടും. അതാണ് അടുത്ത സ്റ്റെപ്പ്.
അപ്പോൾ അവലോസ് പൊടി നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഉണ്ട ഉണ്ടാക്കി വളരെ എളുപ്പമാണ്. ഈ പാവ് ഇങ്ങനെ കാച്ചിയിട്ട് അതിനകത്തേക്ക് പൊടിയിട്ട് ഉണ്ട ഉണ്ടാക്കിയാൽ മതി. ഇല്ലെങ്കിൽ അവലോസ് പൊടി പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും, അത് യൂസ് ചെയ്ത് അവലോസ് ഉണ്ട ഉണ്ടാക്കാം. അതിൽ ഏലക്കപ്പൊടിയുടെയും നെയ്യുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. അധികം താമസിക്കേണ്ടത് നമ്മൾ ഇതിടുന്നതായിരിക്കും അവലോസ് പൊടി. ഇതാണ് ഉണ്ട ഉരുട്ടി വെക്കാനുള്ള പാത്രം. ഇതിനകത്തേക്ക് കുറച്ച് അവലോസ് പൊടി ആദ്യമേ തന്നെ ഇട്ട് വയ്ക്കുകയാണ്. അപ്പോൾ അത് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കായിരിക്കും. പിന്നെ നമ്മൾ കയ്യിലെ ചൂട് കൺട്രോൾ ചെയ്യും. ഈ പൊടിയുള്ളതുകൊണ്ട് ചൂട് കുറച്ച് കുറവായിരിക്കും. ഞങ്ങൾ ഇവിടെ ഇരുന്നാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഇനി അടുത്ത സ്റ്റെപ്പ് അവലോസ് പൊടി ഇതിനകത്തേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇടുന്നതാണ്. സോ കുഴയ്ക്കാനുള്ള ഇത് നമുക്ക് ഉരുട്ടാനുള്ളത് റെഡി ആയിരിക്കുന്നു. ആദ്യം താഴെ ഇരുന്ന് ഉരുട്ടാന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ മുകളിലേക്ക് ആക്കിയത്. അപ്പോൾ മുകളിലിരുന്ന് സൗകര്യമായിട്ട് ഉരുട്ടും. ഇങ്ങനെ ഉണ്ടാക്കാനുള്ള കുറച്ച് പോർഷൻസ് കുറച്ച് കണക്കട്ടെ. ഭയങ്കര ചൂടായിരിക്കും. തിളച്ച് ഇതിനകത്ത് കൊടുത്തേ ഉള്ളൂ. കനം കുറച്ചിടും ആ പൊടി. സോ ഫസ്റ്റ് റൗണ്ട് ഓഫ് ഉണ്ട പിടിക്കൽ കഴിഞ്ഞു. ഇത്രയും അവലോസുണ്ട ബോൾസ് കിട്ടി. ഇനി ഇതിനെ ഞങ്ങൾ കുറച്ചും കൂടി റൗണ്ടാക്കും, കുറച്ചും കൂടി നല്ല ഷേപ്പ് കൊടുക്കും. അപ്പം അതിനായിട്ട് ഇതിനകത്തേക്ക് ഇടും. സോ അങ്ങനെ ഞങ്ങളുടെ അവലോസുണ്ട മേക്കിംഗ് ഓഫ് അവലോസുണ്ട എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടിപൊളി അവലോസുണ്ടയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്, എന്തായാലും നിങ്ങൾക്കും ഇഷ്ടപ്പെടും. താങ്ക് യു.